ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈബിൾ ചിന്ത പഠിക്കുവാൻ പോകുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്രിസ്തു ശിഷ്യന്റെ മുഖമുദ്രയായി ലോകം വീക്ഷിക്കുന്ന പഞ്ചശീലങ്ങൾ അത് എന്തെല്ലാമാണ് എന്നത് പുതിയ നിയമ സത്യങ്ങളെ നാം വളരെ സവിസ്തരമായി പഠിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുക. ക്രിസ്തീയതയുടെ രണ്ട് പ്രധാന മേഖലകളാണ്. ഒന്ന് ദൈവികമായവ, രണ്ട് ധാർമ്മികമായവ. ന്യായപ്രമാണവും ഗിരിപ്രഭാഷണവും ദൈവികവും സാമൂഹികവുമായ ജീവിതഘടനയെ സാധൂകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അതിൽ തിയോളജി അത് വേദശാസ്ത്രപരമാണ്. എത്തിക്സ് എന്നുള്ളത് സാൻമാർഗികവും ധാർമ്മിക നീതിമൂല്യങ്ങളും കൂടാതെ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ധർമ്മശാസ്ത്രം. അപ്പോഴാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ നേരടയാളം ജീവിത സാക്ഷ്യമായി സമൂഹത്തിൽ വെളിപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവികതയുടെ ക്രിസ്തു ദർശനം നാം ലോകത്തിന് സമ്മാനിക്കുന്നത്. എന്തൊക്കെയാണ് 5 പ്രധാനപ്പെട്ട തത്വങ്ങൾ? 1, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, നെയ്ബേഴ്സ്. 2, കൂട്ടുകാരനെ, ഫ്രണ്ട്സ്. മർക്കോസിന്റെ സുവിശേഷം 12:33. അടുത്തത് സഹോദരനെ, ബ്രദേഴ്സ്. സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20. ശത്രുക്കളെ, എനിമീസ്, സ്നേഹിപ്പീൻ എന്ന് മത്തായി സുവിശേഷം 5:43. അടുത്തത് 5-മത്തത്, അവസാനത്തത്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ചെയ്തത്, അതേഴ്സ്. മത്തായി സുവിശേഷം 25:45. 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 1, അയൽക്കാർ, നൈബേഴ്സ്. 2, കൂട്ടുകാർ, ഫ്രണ്ട്സ്. 3, സഹോദരന്മാർ, ബ്രദേഴ്സ്. 4, ശത്രുക്കൾ, എനിമീസ്. 5, ഏറ്റവും ചെറിയവർ അല്ലെങ്കിൽ മറ്റുള്ളവർ, അതേഴ്സ്. ഇവിടെ അയൽക്കാരും കൂട്ടുകാരും സഹോദരങ്ങളും ശത്രുക്കളും ചെറിയവരും അഥവാ മറ്റുള്ളവരും അടങ്ങിയ നന്മയുടെ ഒരു ക്രൈസ്തവീയത. ഇവിടെ സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും നിരക്കുവാനും ക്ഷമിക്കുവാനും കരുതുവാനുമുള്ള ഒരു ചെറിയ ജീവിതം. അതാണ് പ്രിയമുള്ളവര് ക്രിസ്തുവിന്റെ സ്നേഹ സാമ്രാജ്യം. നാം വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഏറ്റവും മഹത്തായ അഥവാ വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അവിടെ ഈ പൂർണ്ണ എന്ന് പറയുമ്പോൾ ഹൃദയം, മനസ്സ്, ശക്തി, ശരീരം ഇവ കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹത്തിൽ എത്രമാത്രമാണ് ദൈവത്തിന് വേണ്ടത്? മുഴുവനും. അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടി തന്നെ യാതൊരു സ്നേഹവും മാറ്റിവെക്കുവാൻ പാടില്ല എന്നാണ് ബൈബിൾ നിർവചനം. അത് നമ്മുടെ ഒരു ജീവിതം കൊണ്ട് മുഴുവൻ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതം കർത്താവിനായി നൽകി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്കായി എങ്ങനെ സൂക്ഷിക്കുവാൻ പിന്നെ നമുക്ക് കഴിയും? നാം ദൈവത്തിന്റെ വകയാണെങ്കിൽ നമ്മുടേതെല്ലാം ദൈവത്തിൻ്റെത് മാത്രം ആയിരിക്കും. പ്രിയമുള്ളൊരു മനുഷ്യന്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം നാം ഇപ്പോൾ കേട്ടതുപോലെ അയൽക്കാരനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത് അയൽക്കാരോടുള്ള നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. എങ്ങനെയാണ് നാം നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുന്നത്? നാം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം നമുക്ക് എന്ത് നൽകുവാൻ ആഗ്രഹിക്കുന്നുവോ അത് അയൽക്കാരന് നൽകണം. നിങ്ങളെയും അയൽക്കാരനെയും തുല്യമായി സ്നേഹിക്കണം എന്നല്ല യേശു പറഞ്ഞത്. ക്രിസ്ത്യാനി തന്നെക്കാളധികം അയൽക്കാരനെ സ്നേഹിക്കണം. ചുരുക്കത്തിൽ ക്രിസ്ത്യാനി തന്നെ സ്നേഹിക്കരുത്. ഇന്നെന്താണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ? ഇന്ന് നമുക്ക് നമ്മുടെ അയൽക്കാർ ആരാണെന്ന് പോലും അറിയില്ല. നമ്മുടെ അയൽക്കാരന് ആരാണെന്ന് അറിയുവാൻ ശ്രമിക്കാതെ ദൈവത്തെ അറിയുവാൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയിക്കുവാൻ നാം നെട്ടോട്ടം ഓടുകയാണ്. സമീപത്തെ അയൽക്കാരിൽ നിന്നും നാം വളരെ ദൂരെയാണ് മനസ്സുകൊണ്ട് ജീവിക്കുന്നത്. ജാതിയും മതവും നിറവും താല്പര്യങ്ങളും എല്ലാം വെളിപ്പാടുള്ള അയൽക്കാരിൽ നിന്ന് നമ്മെ അടുക്കുവാൻ കഴിയാത്ത അകലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. അവരന്റെ വേദനയും യാതനയും ദീനരോധനവും അറിയേണ്ടാത്ത ഒരു ആത്മീയത. കൂറ്റൻ മതിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ 4 ചുവരിനുള്ളിൽ ദൈവത്തെ അനുഭവിക്കുന്നവർ, അവർക്ക് ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട അയൽവാസിയെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യാനിത്വം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് വ്യാജമാണ്. അതിന് നമ്മുടെ സ്നേഹാർദ്രമായ സമീപനങ്ങൾ കൊണ്ട് സീമകളില്ലാതെ അയൽക്കാരനെയും ഒരു കുടുംബമാക്കുന്ന സങ്കല്പമാണ് ദൈവരാജ്യത്തിൻ്റെത്. ആ ഒരു ആത്മീയതയാണ് ഇന്ന് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. അടുത്ത വിഷയം, ആരാണ് നമ്മുടെ കൂട്ടുകാർ? നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പ്രിയപ്പെട്ടവരുമാണ് പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ. എന്നാൽ ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ അയൽക്കാർ ആകുന്നു നമ്മുടെ കൂട്ടുകാർ. നാം നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, സമയം, താലന്ത് എന്നിവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെയാണ് നമ്മുടെ കൂട്ടുകാരെ നിർണയിക്കപ്പെടുന്നത്. യേശുക്രിസ്തു പറഞ്ഞ നല്ല ശമരിയക്കാരന്റെ കഥയിൽ ന്യായശാസ്ത്രിയുടെ കൂട്ടുകാരൻ ന്യായശാസ്ത്രിയും കള്ളന്മാരുടെ ചങ്ങാതികൾ മറ്റ് കള്ളന്മാരും അല്ലെങ്കിൽ കവർച്ചക്കാരും, പുരോഹിതന് കൂട്ട് മറ്റൊരു ലേവിയ പുരോഹിതനും, സത്രത്തിന്റെ ഉടമസ്ഥന്റെ സഹകാരി മറ്റൊരു കെയർടേക്കറും ആണ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ശമരിയക്കാരന്റെ ആ സുഗന്ധം വിട്ടുമാറാത്ത ആ നല്ല കഥയിൽ എല്ലാം നഷ്ടപ്പെടുവാൻ, ചെലവിടുവാൻ, പങ്കുവെക്കുവാൻ, സഹിക്കുവാൻ, കൂടെ പാർക്കുവാൻ, കൊടുക്കുവാൻ, വീണ്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, പ്രത്യാശ നൽകുവാൻ, പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞത്
മതത്തിനോ മതത്തിന്റെ പുരോഹിതനോ പ്രമാണം കയ്യിലുള്ള നിയമാവലികൾ അക്ഷരം പ്രതി പാലിക്കുന്ന നിയമകർത്താക്കൾക്കോ പുരോഹിത വൃന്ദത്തിനോ അവരെ സഹായിക്കുന്ന ലേവ്യനോ അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരാണെന്ന് ഇന്നും അറിയാത്ത ന്യായശാസ്ത്രയ്ക്കോ അല്ല പ്രിയമുള്ളവരെ. ഇവിടെ യഥാർത്ഥത്തിൽ പ്രമാണവും നിയമവും വിലക്കേർപ്പെടുത്തി ഈ ശമര്യക്കാരന് മാത്രമേ ഒരു ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ന്യായശാസ്ത്രയ്ക്ക് മുറിവേറ്റവന്റെ വിഷയം കേൾക്കുവാൻ ഇഷ്ടമുള്ള ഒരു തിരക്കഥയാണ്. കഥ പോലെ അദ്ദേഹം കേൾക്കുന്നു. കള്ളന്മാർക്ക് കവർ ചെയ്യാനുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് ഈ വ്യക്തി. ആലയത്തിലേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം അർപ്പിക്കുവാൻ പോകുന്ന ലേവ്യനും പുരോഹിതനും വഴിത്തലയ്ക്കൽ മുറിവേറ്റവൻ ഒഴിവാക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. കാരണം പുരോഹിതനും ലേവ്യനും ആലയത്തിൽ ചെന്നെങ്കിൽ മാത്രമേ അവിടെ ശുശ്രൂഷ നിർവഹിക്കപ്പെടാൻ കഴിയൂ. അവർ യാഗം നടത്തിയെങ്കിൽ മാത്രമേ അതിനെ പങ്കും ഓഹരിക്കാരായി തീർന്ന് അവിടെ വരുന്നവരെ അനുഗ്രഹിച്ച് അന്നേ ദിവസം നന്മ പ്രാപിച്ചു പോകണമെങ്കിൽ ആലയത്തിൽ പോയി ശുശ്രൂഷ കർമ്മങ്ങൾ ചെയ്യണം. ഇനി ആലയത്തിൽ ചെന്നാൽ തന്നെ അവരുടെ സന്ദേശം കരുണയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രസംഗം കേൾക്കുവാൻ നാം ആലയത്തിൽ ചെന്നു. പക്ഷേ അന്ന് ദൈവം ആലയത്തിൽ നിന്ന് സ്റ്റേജ് എടുത്ത് എരിഹോമിന്റെ ഹൈവേ റോഡിലിട്ടു. യഥാർത്ഥത്തിൽ അവിടെ നിന്നുകൊണ്ട് അവർ ഈ മുറിവേറ്റവനെ ശുശ്രൂഷിക്കണമായിരുന്നു. ആലയത്തിലെ ശുശ്രൂഷ ശബ്ദമായി ആലയത്തിനുള്ളിൽ മുഴങ്ങുമ്പോൾ നല്ല ശമര്യക്കാരൻ നിശബ്ദമായി ബഹളങ്ങളില്ലാതെ ആരവാരങ്ങളില്ലാതെ സന്ദേശമില്ലാതെ പ്രസംഗത്തിന്റെ മാറ്റുകളില്ലാതെ മുറിവേറ്റവനെ ശുശ്രൂഷിച്ചു. അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ വ്യക്തി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നേർവിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത്. പുരോഹിതൻ ലേവ്യനും വളരെ വേഗം കരുണയെക്കുറിച്ചും പരോപകാരത്തെക്കുറിച്ചും ഉള്ള ഒരു പ്രസംഗ മത്സരത്തിന് അൾത്താറിലേക്ക് ഓടുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യൻ മുറിവേറ്റവനായി അർത്ഥപ്രാണനായി രക്തം വാർന്ന് മരണത്തോടെ മല്ലിട്ട് കഴിയുമ്പോൾ ദൈവസ്നേഹത്തിന്റെ പ്രവാചകന്മാർക്ക് അവരുടെ പള്ളിക്കാരനായ ഈ യഹൂദനെ കെട്ടുവാൻ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുവാൻ ഒരു കീറ് തുണി പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശമര്യക്കാരൻ നൽകുവാൻ എണ്ണയുണ്ട്, വീഞ്ഞുണ്ട്, സമയമുണ്ട്, പണമുണ്ട്, തുണിയുണ്ട്, വാഹനമൃഗമുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ മുറിവേറ്റവന്റെ കൂട്ടുകാരൻ സ്വന്തം ജാതിയിലും മതത്തിലും പള്ളിയിലും കുടുംബത്തിലും പെട്ടവനായിരുന്നില്ല. തീർത്തും ഒരു അപരിചിതൻ. ആ വ്യക്തി സഹോദരനായി, സ്നേഹിതനായി, കൂട്ടുകാരനായി, കൂടപ്പിറപ്പായി, തനിക്ക് വേണ്ടി എല്ലാമായി തീർന്നു. യേശുദേവൻ ഈ കഥ പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇതിന്റെ സുഗന്ധം കെട്ടടങ്ങിയിട്ടില്ല. പീഡിപ്പിക്കപ്പെട്ടവരും മുറിവേറ്റവരും തകർക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉള്ളപ്പോൾ അവരെ കാണുവാനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അവരിൽ ഒരുവനായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്നുമായി തീരുവാനുള്ള ഒരു മനസ്സില്ലാതെ നാം ഇന്നായിരിക്കുന്ന ആത്മീയതയിൽ, അനുഷ്ഠാനങ്ങളിൽ, കർമ്മങ്ങളിൽ, ആരവാരങ്ങളിൽ ഇന്നും നാം കഴിഞ്ഞുകൂടുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവികത അത് കേവലം നിരർത്ഥകമാണ്. ബൈബിൾ ഊന്നൽ നൽകുന്ന 5 പ്രധാനപ്പെട്ട ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട ഘടകങ്ങൾ: 1 അയൽക്കാരൻ, കൂട്ടുകാരൻ, സഹോദരങ്ങൾ. സഹോദരനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ചിന്ത ധാരാളം പ്രാവശ്യം ബൈബിൾ വ്യക്തമാക്കും. ശത്രുക്കൾ, മറ്റുള്ളവർ, ഈ ചെറിയവർ, അതേഴ്സ്. യഥാർത്ഥത്തിൽ ഈ ശമര്യക്കാരന്റെ ഉപമയിൽ ഈ 5 കൂട്ടം കാര്യങ്ങളും കടന്നു വരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ പഞ്ചശീല തത്വങ്ങൾ വിസ്മരിക്കാതെ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നും പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ള ഈ ലോകത്ത് കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരും. ഈ തിരുവചന ശുശ്രൂഷ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് അതിന് കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.